ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി തൊഴിൽ വാർത്തയിലെ വീക്ക്ലി കറണ്ട് അഫയേഴ്സിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും റിവിഷനാണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. ഈ വീഡിയോയിൽ ഞാൻ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഹരിശ്രീയിൽ വന്ന കറണ്ട് അഫയേഴ്സും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതെല്ലാം വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം. ഉത്തരം ഗർഭനൃത്തം. യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയ ഇന്ത്യയിലെ പാരമ്പര്യ നൃത്തരൂപം. ഉത്തരം ഗർഭനൃത്തം. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ്. ഉത്തരം മിഷോങ്. അടുത്തിടെ ചെന്നൈ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ആഞ്ഞടിച്ച പേമാരിക്ക് കാരണമായ ചുഴലിക്കാറ്റ്. ഉത്തരം മിഷോങ്. 2023 പദമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്തത്. ഉത്തരം റിസ്. 2023 പദമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്തത്. ഉത്തരം റിസ്. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം. ഉത്തരം മലേഷ്യ. 2023 നവംബറിൽ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യം. ഉത്തരം മലേഷ്യ. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ. ഉത്തരം ദ അപ്രന്റിസ്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ. ഉത്തരം ദ അപ്രന്റിസ്. സായുധ സേന പതാക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 7. സായുധ സേന പതാക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 7. 2 മാസം പിന്നിട്ടും തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? ഉത്തരം അനുച്ഛേദം 99. 2 മാസം പിന്നിട്ടും തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിനായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഏത് പ്രത്യേക അനുച്ഛേദമാണ് പ്രയോഗിച്ചത്? ഉത്തരം അനുച്ഛേദം 99. 2023 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത. ഉത്തരം സുധാ വർഗീസ്. 2023 ജംനാലാൽ ബജാജ് അവാർഡിന് അർഹയായ മലയാളി വനിത. ഉത്തരം സുധാ വർഗീസ്. BBC-യുടെ പുതിയ ചെയർമാൻ. ഉത്തരം ഡോക്ടർ സമീർ ഷാ. BBC-യുടെ പുതിയ ചെയർമാൻ. ഉത്തരം ഡോക്ടർ സമീർ ഷാ. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രം ആരുടേതാണ്? ഉത്തരം പ്രാചീന വൈദ്യ പ്രതിഭയായ ധന്വന്തരിയുടേത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രം ആരുടേതാണ്? ഉത്തരം പ്രാചീന വൈദ്യ പ്രതിഭയായ ധന്വന്തരിയുടേത്. ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം. ഉത്തരം ജർമ്മനി. ഇന്തോനേഷ്യയിൽ നടന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പിൽ കിരീടം നേടിയ ടീം. ഉത്തരം ജർമ്മനി. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയത്. ഉത്തരം കൊൽക്കത്ത. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമെന്ന ബഹുമതി തുടർച്ചയായി 3-ാം വർഷവും നേടിയത്. ഉത്തരം കൊൽക്കത്ത. ടൈം മാഗസിന്റെ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിന്റെ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ടൈലർ സ്വിഫ്റ്റ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത്. ഉത്തരം ലോങ് ജംപ് താരം ഒളിമ്പ്യൻ M. ശ്രീശങ്കർ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള
35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത്? ഉത്തരം ലോങ് ജംപ് താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കർ. 2023 ഡിസംബർ 8-ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗം? ഉത്തരം മഹുവ മൊയ്ത്ര. 2023 ഡിസംബർ 8-ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അംഗം? ഉത്തരം മഹുവ മൊയ്ത്ര. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 2019-ൽ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11-ന് ഏകകണ്ഠമായി ശരിവച്ചു. വകുപ്പേത്? ഉത്തരം 370. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനാ വകുപ്പ് 2019-ൽ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11-ന് ഏകകണ്ഠമായി ശരിവച്ചു. വകുപ്പേത്? ഉത്തരം 370. നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ കണ്ടെത്തിയ തമോഗർത്തത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം 1300 കോടി വർഷം. നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ കണ്ടെത്തിയ തമോഗർത്തത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം 1300 കോടി വർഷം. 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത്? ഉത്തരം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത്? ഉത്തരം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഐക്യരാഷ്ട്രസഭയുടെ 29ാം ആഗോള കാലാവസ്ഥ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം അസർബൈജാൻ. ഐക്യരാഷ്ട്രസഭയുടെ 29ാം ആഗോള കാലാവസ്ഥ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം അസർബൈജാൻ. വിശ്രുത മലയാളി ചിത്രകാരൻ രാജാ രവിവർമ്മ വരച്ച 3 ചിത്രങ്ങൾ 45 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. ചിത്രങ്ങളേവ? ഉത്തരം കൃഷ്ണനും രുക്മിണിയും, രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്തത്രേയ. വിശ്രുത മലയാളി ചിത്രകാരൻ രാജാ രവിവർമ്മ വരച്ച 3 ചിത്രങ്ങൾ 45 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. ചിത്രങ്ങളേവ? ഉത്തരം കൃഷ്ണനും രുക്മിണിയും, രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്തത്രേയ. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ? ഉത്തരം ക്യാപ്റ്റൻ ഫാത്തിമ വസീം. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ? ഉത്തരം ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ദേശീയ വയലിൻ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 13. ദേശീയ വയലിൻ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 13. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ഉത്തരം ഇന്ദ്ര. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ഉത്തരം ഇന്ദ്ര. 2023-ലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ? ഉത്തരം ക്ലാസിക്കൽ പിയാനിസ്റ്റ് ഡാനിയൽ ബാരൻബോയും സമാധാന പ്രവർത്തകൻ അലി അബു അവാദ്. 2023-ലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ? ഉത്തരം ക്ലാസിക്കൽ പിയാനിസ്റ്റ് ഡാനിയൽ ബാരൻബോയും സമാധാന പ്രവർത്തകൻ അലി അബു അവാദ്. 2023 ഡിസംബർ 16-ന് അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി? ഉത്തരം കെ പി വിശ്വനാഥൻ. 2023 ഡിസംബർ 16-ന് അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി? ഉത്തരം കെ പി വിശ്വനാഥൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ഉത്തരം സൂറത്ത് ഡയമണ്ട് ബോൾസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം
ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു? പേര്. ഉത്തരം സൂറത്ത് ഡയമണ്ട് ബോൾസ്. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അടുത്തിടെ ശക്തി തെളിയിച്ചത്? ഉത്തരം ആദ്യത്തെ. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അടുത്തിടെ ശക്തി തെളിയിച്ചത്? ഉത്തരം ആദ്യത്തെ. അന്താരാഷ്ട്ര കുടിയേറ്റ എന്നാണ്? ഉത്തരം ഡിസംബർ 18. അന്താരാഷ്ട്ര കുടിയേറ്റം എന്നാണ്? ഉത്തരം ഡിസംബർ 18. 2023 ഡിസംബർ 16 പാരീസിൽ അന്തരിച്ച ആന്റോണിയോ നെഗ്രി ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഇറ്റാലിയൻ ചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനും. 2023 ഡിസംബർ 16 പാരീസിൽ അന്തരിച്ച ആന്റോണിയോ നെഗ്രി ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഇറ്റാലിയൻ ചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. സംഭവമേത്? ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. സംഭവമേത്? ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം സർവേ പ്രകാരം അഫ്ഗാനിസ്ഥാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ഉത്തരം മ്യാൻമാർ. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം സർവേ പ്രകാരം അഫ്ഗാനിസ്ഥാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ഉത്തരം മ്യാൻമാർ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി? ഉത്തരം ഇ.വി. രാമകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി? ഉത്തരം ഇ.വി. രാമകൃഷ്ണൻ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. പേര്? ഉത്തരം INS ഇംഫാൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. പേര്? ഉത്തരം INS ഇംഫാൽ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. ഇതിന്റെ പേര്? ഉത്തരം മൈത്രി 2. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. ഇതിന്റെ പേര്? ഉത്തരം മൈത്രി 2. മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ അടുത്തിടെ സ്വന്തമാക്കിയ നേട്ടം എന്താണ്? ഉത്തരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി. മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ അടുത്തിടെ സ്വന്തമാക്കിയ നേട്ടം എന്താണ്? ഉത്തരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി. യുക്രൈൻ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് ആഘോഷത്തിന് 2023 മാറ്റം സംഭവിച്ചു. എങ്ങനെ? ഉത്തരം ജനുവരി 7 ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിച്ചു. യുക്രൈൻ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് ആഘോഷത്തിന് 2023 മാറ്റം സംഭവിച്ചു. എങ്ങനെ? ഉത്തരം ജനുവരി 7 ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലെ IPL ചരിത്രത്തിലാദ്യമായി ഒരു വനിതയാണ് അടുത്തിടെ നടന്ന താരലേലം നിയന്ത്രിച്ചത്. പേര്? ഉത്തരം മല്ലിക സാഗർ. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലെ IPL ചരിത്രത്തിലാദ്യമായി ഒരു വനിതയാണ് അടുത്തിടെ നടന്ന താരലേലം നിയന്ത്രിച്ചത്. പേര്? ഉത്തരം മല്ലിക സാഗർ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ? ഉത്തരം പ്രമോദ് അഗ്രവാൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ? ഉത്തരം പ്രമോദ് അഗ്രവാൾ. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ
മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയവർ? ഉത്തരം ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയവർ? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത്? ഉത്തരം അരവിന്ദ് പനഗരിയ. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത്? ഉത്തരം അരവിന്ദ് പനഗരിയ. ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഉത്തരം UAE. ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഉത്തരം UAE. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത്? ഉത്തരം രവീന്ദ്രകുമാർ ത്യാഗി. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത്? ഉത്തരം രവീന്ദ്രകുമാർ ത്യാഗി. രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം വൃന്ദാവൻ മധുര. രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം വൃന്ദാവൻ മധുര. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയ്ക്ക് അടുത്തിടെ ഐസ്ലൻഡിൽ ഹുസ്വിക് മ്യൂസിയത്തിന്റെ പുരസ്കാരം ലഭിച്ചു. പേര്? ഉത്തരം ലീഫ് എറിക്സൺ ലൂണാർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയ്ക്ക് അടുത്തിടെ ഐസ്ലൻഡിലെ ഹുസ്വിക് മ്യൂസിയത്തിന്റെ പുരസ്കാരം ലഭിച്ചു. പേര്? ഉത്തരം ലീഫ് എറിക്സൺ ലൂണാർ. ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയത്? ഉത്തരം കൂരിപ്പുഴ ശ്രീകുമാർ. ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയത്? ഉത്തരം കൂരിപ്പുഴ ശ്രീകുമാർ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരം നേടിയ കൃതി? ഉത്തരം മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരം നേടിയ കൃതി? ഉത്തരം മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. അടുത്തിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേടിയ മേൽക്കൈ എന്താണ്? ഉത്തരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗീകരിച്ചു. അടുത്തിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേടിയ മേൽക്കൈ എന്താണ്? ഉത്തരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗീകരിച്ചു. രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം? ഉത്തരം ലക്നൗ. രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം? ഉത്തരം ലക്നൗ. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത്? ഉത്തരം നീന സിംഗ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത്? ഉത്തരം നീന സിംഗ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി? ഉത്തരം സുജലം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി? ഉത്തരം സുജലം. പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത
കേന്ദ്ര സുരക്ഷാ സേന? ഉത്തരം CISF. പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന? ഉത്തരം CISF. മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്കു മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയുടെ പേര്? ഉത്തരം മേം അടൽ ഹും. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയുടെ പേര്? ഉത്തരം മേം അടൽ ഹും. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ? ഉത്തരം കബീർ ബേദി. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ? ഉത്തരം കബീർ ബേദി. ഇതോടെ 2024 ജനുവരി തൊഴിൽ വാർത്തയിലെ വീക്ക്ലി കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.